തഹാവൂർ റാണ ഇപ്പോൾ NIA കോടതിയിൽ NIA സംഘം എത്തിച്ചേരുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ഗൗതം നൽകിക്കൊണ്ടിരുന്നത്. അടുത്ത ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇപ്പോൾ നിലവിൽ 14 ദിവസത്തെ ഒരു കസ്റ്റഡിയുടെ ആവശ്യമായിരിക്കും NIA കോടതിയിൽ NIA സംഘം ഉന്നയിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും വിനീഷ്, NIA കോടതിയിൽ ഹാജരാക്കിയ തഹാവൂർ റാണയെ 14 ദിവസത്തേക്ക് തങ്ങളുടെ കസ്റ്റഡിയിൽ വേണമെന്ന ഒരു ആവശ്യം തന്നെയാണ് NIA മുന്നോട്ട് വെക്കുക എന്ന്, അല്ലെങ്കിൽ അത് തരത്തിലുള്ള നീക്കം തന്നെയാണ് NIAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ NIAയുടെ അഭിഭാഷകരും അതുപോലെ തന്നെ കോടതിയിലെ ജഡ്ജിയും എല്ലാം തന്നെ ആ കോടതിയിൽ ഹാജരായിരുന്നു, കോടതിയിൽ എത്തിയിരുന്നു. നടപടിക്രമങ്ങൾ ആരംഭിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഇയാളെ ഇത്തരത്തിൽ ഒരു എക്സ്ട്രഡിഷൻ വഴി അതല്ലെങ്കിൽ നാട് വന്നിരിക്കുന്ന ഒരു പ്രതിയായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ ഇയാളുടെ കൃത്യമായ നിരീക്ഷണങ്ങളും നിയമ നടപടികളും കൃത്യമായി ഉണ്ടാകേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വീഡിയോ കോൺഫറൻസിംഗ് ഒഴിവാക്കി നേരിട്ട് കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കം NIAയുടെ ഭാഗത്തു നിന്നുണ്ടായത്. NIAയുടെ ഡെസിഗ്നേറ്റഡ് കോടതിയിൽ ഇപ്പോൾ ഈ പ്രതിയെ ഹാജരാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ തഹാവൂർ റാണയെ ഹാജരാക്കാൻ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം കോടതി നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 14 ദിവസം NIAയുടെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ നിരവധി കാര്യങ്ങൾ NIAക്ക് അറിയാനുണ്ട്. ഈ സ്ഫോടനം സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ്, NIA ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമ്പോൾ, അല്ലെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ, അതായത് ഈ ഭീകരാക്രമണം നടന്ന ആദ്യഘട്ടത്തിൽ ഇയാളെ സംബന്ധിച്ചുള്ള കൃത്യമായ സൂചനകളൊന്നും ലഭ്യമായിരുന്നില്ല, അല്ലെങ്കിൽ നടപടികൾ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തതിന് പിന്നാലെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളും ഇക്കൂട്ടത്തിൽ കൃത്യമായ പ്രതിയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആസൂത്രണത്തിൽ ഗൂഢാലോചനയിൽ പ്രധാന പങ്ക് വഹിച്ച ആൾ കൂടിയാണ് തഹാവൂർ റാണ എന്ന കൃത്യമായ വിവരം പോലീസിന് ലഭിക്കുന്നത്, അല്ലെങ്കിൽ NIAക്ക് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് NIA ഇയാളെ വിട്ടുകിട്ടണമെന്ന നടപടികളെല്ലാം തന്നെ ആരംഭിക്കുകയും NIA അതിനുവേണ്ടി രാജ്യ സർക്കാർ തന്നെ, രാജ്യത്തെ ഗവൺമെന്റ് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ നയതന്ത്ര തലത്തിലുള്ള ഇടപെടൽ നടത്തിയതിനു ശേഷം ഇയാളെ ഭാരതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. നിരവധി നിയമ നടപടികളും ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി, തടയുന്നതിന് വേണ്ടി ഇയാൾ അമേരിക്കയിൽ നടത്തിയിരുന്നുവെങ്കിൽ കൂടി അതൊന്നും ഫലവത്തായില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പല ഘട്ടങ്ങളിലായി നമുക്ക് ഇതിന്റെ പിന്നാമ്പുറങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തഹാവൂർ റാണയെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലായി അമേരിക്കൻ കോടതികളിൽ തന്നെ ഭാരതത്തിലേക്ക് കടത്തരുത്, അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് വിട്ടു നൽകരുത് എന്ന ഒരു ആവശ്യം അമേരിക്കൻ കോടതികൾക്ക് മുന്നിൽ പല ഘട്ടങ്ങളിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതൊക്കെ തരണം ചെയ്ത് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ നയതന്ത്ര വിജയത്തിലേക്കാണ് ഭാരതം എത്തിയത്. തഹാവൂർ റാണയെ ഭാരതത്തിലേക്ക് എത്തിച്ചതിലൂടെ അത് സാധ്യമാക്കിയിരിക്കുന്നു. നയതന്ത്ര വിജയം തന്നെയല്ലേ ഈ ഭാരതത്തിൻ്റെ എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഒപ്പം NIA കോടതിയിൽ ഇപ്പോൾ തഹാവൂർ റാണയെ എത്തിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ഏത് രീതിയിലാണ്? വൻ സുരക്ഷയാണോ ഡൽഹിയിൽ ആകെ ഒരുക്കിയിരിക്കുന്നത്? തീർച്ചയായും വിനീഷ്, അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് തഹാവൂർ റാണയുടെ ആ യാത്രയുടെ വഴി മുഴുവനും, അതുപോലെ തന്നെ അയാളെ ഡൽഹിയിൽ എത്തിച്ചപ്പോഴും വിമാനത്താവളത്തിലും വിമാനം വരെ, അതായത് എയർഫോഴ്സിന്റെ വിമാനം ഉപയോഗിച്ചാണ് എത്തിച്ചത്. ഒരു സാധാരണ എയർലൈനർ വിമാനത്തിലല്ലാതെ തന്നെ ഇയാൾ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അതീവ ഗൗരവമായ സുരക്ഷാ ഭീഷണി ഇയാൾക്കെതിരെ, അല്ലെങ്കിൽ വെല്ലുവിളി ഇയാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ആണ് ഈ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള നടപടികൾ ഒരുക്കുകയും അത്തരം നീക്കങ്ങൾ നടത്തുകയും ചെയ്തത് പാകിസ്ഥാനിലെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ആണ്. സ്വാഭാവികമായും ലഷ്കർ-ഇ-തോയ്ബയും അതുപോലെ തന്നെ നിരവധിയായ ഭീകര സംഘടനകളുടെ പിന്തുണയോടെ ഭാരതത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്ന ISI എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ചാരസംഘടന ഇത്തരത്തിൽ ഇയാളുടെ ജീവന് വെല്ലുവിളി ഉയർത്തുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകളും വന്നിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഒരു കംപ്ലീറ്റ് സാനിറ്റൈസേഷൻ ഏരിയ മുഴുവൻ നടത്തിയതിനു ശേഷം ഇയാളുടെ ഓരോ നീക്കങ്ങളും സുരക്ഷിതമാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ നടന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് മുമ്പ് തന്നെ വൈദ്യപരിശോധന എയർപോർട്ടിൽ വെച്ച് തന്നെ നടത്താനുള്ള നീക്കങ്ങൾ ഉണ്ടായത്. അത്തരത്തിൽ പാലം എയർപോർട്ടിൽ വെച്ചാണ് അയാളുടെ വൈദ്യപരിശോധനയെല്ലാം പോലീസ് നടത്തിയത്. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായുള്ള വൈദ്യപരിശോധനയൊക്കെ നടത്തിയത്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ കണിശമായി തുടരുകയാണ്. മാത്രമല്ല, പട്യാല ഹൗസ് കോടതിയിലും ആ പരിസരങ്ങളിലുമെല്ലാം തന്നെ കൃത്യമായ പോലീസ് നിരീക്ഷണം, അതായത് ഇയാളെ ഇവിടെ ഹാജരാക്കുമെന്ന
ആ ഒരു മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായി ആ പോലീസ് നിരീക്ഷണം സജ്ജമാക്കുകയും കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ കോടതിയിലും ഒരുക്കുകയും ചെയ്തിരുന്നു. മണിക്കൂറുകൾക്ക് മുമ്പ്, ഏതാണ്ട് 2-3 മണിക്കൂറുകൾക്ക് മുമ്പ് പട്യാല ഹൗസ് കോടതിയിലെ ജഡ്ജിയും NIA കോടതിയിലെ ജഡ്ജിയും അതുപോലെ NIA അഭിഭാഷകരും NIAയുമായി ബന്ധപ്പെട്ട കോടതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി അല്പസമയം മുമ്പ്, ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പാണ് തഹാവൂർ ഹുസൈൻ റാണയെ വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം പട്യാല ഹൗസ് കോടതിയുടെ പരിസരത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തത്. ഇപ്പോൾ കോടതിയിൽ അല്പസമയത്തിനകം ഹാജരാക്കി തുടർ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും കടുത്ത സുരക്ഷാ സംവിധാനങ്ങൾ, കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇയാളുടെ ജീവൻ സുരക്ഷിതമായി നിലനിർത്തുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിന് വെല്ലുവിളിയായിരിക്കുന്നത് ഇയാൾ ഇടപെട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇയാൾ ചെയ്ത കുറ്റകൃത്യത്തിന് ഇയാൾക്ക് പിന്നിൽ നിന്നിരുന്ന ഭീകര സംഘടനകളുടെ വെല്ലുവിളി തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു വെല്ലുവിളി ആ ഭീകര സംഘടനകൾ ഉയർത്തുന്നത് ഇയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങളെയും, നമുക്കറിയാവുന്നതാണ് ഭാരതത്തിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് NIA. തീർച്ചയായും അവരുടെ പല രഹസ്യങ്ങളും പുറത്തു വരാനും കടുത്ത നടപടികളിലേക്ക് ഭാരതം നീങ്ങാനുമുള്ള സാധ്യത ഉണ്ട് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഈ തഹാവൂർ റാണയെ കൊലപ്പെടുത്താനുള്ള നീക്കം ഉണ്ടാകും ഭീകരരുടെ ഭാഗത്തു നിന്ന്. അത്തരത്തിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഗൗതം അനന്ത നാരായണൻ റിപ്പോർട്ട് ചെയ്തതുപോലെ NIA ആസ്ഥാനത്തിന്റെ പരിസരത്തൊന്നും തന്നെ മാധ്യമപ്രവർത്തകരൊഴികെ മറ്റൊരാളെയും പ്രവേശിപ്പിച്ചിരുന്നില്ല. ഉദ്യോഗസ്ഥരും സുരക്ഷാ സംവിധാനങ്ങളും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ കനത്ത സുരക്ഷ മയൂർ വിഹാറിലെ NIA ആസ്ഥാനത്തും അതുപോലെ തന്നെ പട്യാല ഹൗസ് കോടതിയിലും ഒരുക്കിയിരിക്കുന്നു. അതുപോലെ ഇയാളെ കൊണ്ടുപോകുന്ന വഴികളിലെല്ലാം തന്നെ കൃത്യമായ സാനിറ്റേഷൻ ഒരുക്കിയിരുന്നു. സെക്യൂരിറ്റി സാനിറ്റേഷന്റെ ഭാഗമായി അല്ലെങ്കിൽ കൃത്യമായ സെക്യൂരിറ്റി നടപടികൾ ഉറപ്പാക്കിയിരുന്നു. ഇയാളുടെ ജീവൻ രക്ഷിച്ച് ജീവൻ സുരക്ഷിതമായി നിലനിർത്തുക എന്നത് ഭാരതത്തിന്റെ ഭാവിയിലുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിന് കൂടി, അതായത് ഭാരതത്തിന്റെ ഭാവിയിലുള്ള ഭീകരവിരുദ്ധ നീക്കങ്ങളെ അല്ലെങ്കിൽ ഭീകരതയെ ചെറുക്കാനുള്ള നീക്കങ്ങളുടെ എല്ലാം തന്നെ കൃത്യമായ ആവശ്യങ്ങളുടെ കൂടി ഭാഗമാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇയാളുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് ഭാരതത്തിന്റെ ഒരു അനിവാര്യതയാണ് എന്ന യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നു വിചാരണ കഴിയുന്നതുവരെ. അതുകൊണ്ട് തന്നെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇയാൾക്കായി ഡൽഹിയിലും ഇയാളെ കൊണ്ടുപോകുന്ന പ്രദേശങ്ങളിലെ ഡൽഹിയിലെ എല്ലാ പ്രദേശങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. ഡൽഹി പാട്യാല കോടതിയിൽ വൻ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് ഐസൻ ജോസ് നൽകുന്നത്.